3 ജാഥയിൽ ഒന്ന് നേരത്തെ കാസർഗോഡ് നിന്ന് കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. MP ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്നത്, ബിനോയ് വിശ്വം നയിക്കുന്ന ജാഥ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടും. ശ്രീ ജോസ് കെ മാണി നയിക്കുന്ന ജാഥയും അടുത്ത ദിവസങ്ങളിൽ ഉദ്ഘാടനം ചെയ്യപ്പെടും. 3 ജാഥകളും ജില്ലയിലെ എല്ലാ നിയോജകമണ്ഡലത്തിലും പോയി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം വിശദീകരിക്കുന്ന ജാഥകളാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഓരോ നിയോജകമണ്ഡലത്തിലും അതത് സ്ഥലത്ത് നടക്കുന്ന ജാഥകൾ അവിടുത്തെ MLA-മാരും ആ മണ്ഡലങ്ങളിലെ നേതാക്കന്മാരും നയിക്കുന്ന ജാഥകൾ നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ പത്തനാപുരം നിയോജകമണ്ഡലത്തിലെ ജാഥ സംഘടിപ്പിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ അസംബ്ലി നടക്കുകയാണ്. വാസ്തവത്തിൽ അസംബ്ലി ഞങ്ങളെല്ലാം അസംബ്ലിയിലാണ്. നാളെ അസംബ്ലി ഉണ്ട്, മറ്റന്നാളും അസംബ്ലി ഉണ്ട്. പക്ഷെ അസംബ്ലിയുടെ ഇടയ്ക്ക് തന്നെ ഈ ജാഥ നമ്മളിവിടെ വരുന്ന 9-ാം തീയതിയാണ്. 9-ാം തീയതി സ്റ്റേറ്റ് ജാഥ വരുന്നതിന് മുമ്പ് നമ്മുടെ ഈ പ്രദേശത്തെ ജാഥകളും നടത്തി പൂർത്തീകരിക്കും. എല്ലാ പ്രദേശത്തും പോകുന്നതാണ് ജാഥ. ഈ ജാഥകളുടെ വഴി ജനങ്ങളുടെ അടുത്തേക്ക് കാര്യങ്ങൾ എത്തിക്കുക, യഥാർത്ഥത്തിൽ എല്ലാവരുടെ അടുത്തേക്കും പറയേണ്ട കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്, പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. സത്യസന്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു മുന്നണി എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. എത്ര പ്രാവശ്യം എവിടൊക്കെ ചെന്ന് പറഞ്ഞാലും 1000 നാവുള്ള അനന്തനെ പോലെ നുണ മാത്രം പ്രചരിപ്പിക്കുന്ന UDF-ന്റെ കപട പ്രചരണങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ആ പ്രചരണം മാത്രമാണ്, വസ്തുതകളൊന്നുമില്ല. ഇന്നും ഇന്നലെ അസംബ്ലിയാണ്. കേരള ബഡ്ജറ്റ് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അസംബ്ലി യോഗം നടക്കുമ്പോൾ ആ അസംബ്ലിയിൽ പങ്കെടുക്കാനും ബഡ്ജറ്റ് സംബന്ധിച്ച് എതിർപ്പും അനുകൂലം കാണില്ല. അങ്ങേറ്റം എതിർക്കാമല്ലോ. ഇന്ന കാര്യം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞങ്ങൾ അതിനെ എതിർക്കുന്നു എന്ന് പറയുന്ന കാര്യം പറയാൻ UDF അസംബ്ലിക്കകത്ത് പങ്കെടുക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ഏതെങ്കിലും കാര്യം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചാൽ സാധാരണഗതിയിൽ പാർലമെന്റിലും അസംബ്ലിയിലും അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാറില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിലെ നിയമസഭകളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം അംഗീകരിച്ചത് നമ്മുടെ സ്പീക്കറാണ്, ശ്രീ ഷംസീർ, നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ. 17 അടിയന്തര പ്രമേയമൊക്കെ ചർച്ച ചെയ്തത്. അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ ഇപ്പം താല്പര്യമില്ല. ചർച്ച ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യം എന്താ കാര്യം വെച്ചാൽ അടിയന്തര പ്രമേയം ഇവർ പറയുന്ന കാര്യം മാത്രമല്ല, എല്ലാവരും പറയുന്ന കാര്യങ്ങൾ അവിടെ വരും. ഇന്നതിനാണ് ന്യായം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിനകത്ത് എടുത്ത് ഇഴകീറി വിമർശിക്കാം, പറയാം, ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാമല്ലോ. അത് ചർച്ച ചെയ്യാൻ തയ്യാറില്ല. നാളെ കൊണ്ട് അസംബ്ലിയിൽ ബഡ്ജറ്റിന്റെ പ്രാഥമിക ചർച്ച അവസാനിക്കും. ഇതുപോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, ഇല്ലാത്ത കാര്യങ്ങൾ 100 കണക്കിന് സോഷ്യൽ മീഡിയ ഹാൻഡ് വഴി ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് UDF ചെയ്യുന്നത്. UDF ചെയ്യുന്നതും BJP ചെയ്യുന്നതിന് ഏകദേശം ഒരുപോലെയാണ്. കാരണം ഇന്ന് നിയമസഭയിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ, ഇന്നലെ ചർച്ച ചെയ്താൽ സ്വാഭാവികമായും ചർച്ച ചെയ്യേണ്ടത് കേരളത്തിലെ ബഡ്ജറ്റ് മാത്രമല്ല. 29-ാം തീയതി അവതരിപ്പിച്ച കേരളത്തിലെ LDF ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് ചർച്ച ചെയ്യണം. പക്ഷെ അതോടൊപ്പം തന്നെ 1-ാം തീയതി ഒരു സംഭവം കൂടി ഉണ്ടായി. 1-ാം തീയതി കേന്ദ്ര ബഡ്ജറ്റ് വന്നു. കേന്ദ്ര ബഡ്ജറ്റ് വന്നപ്പോൾ ഞങ്ങൾ മാത്രമല്ല പറഞ്ഞത്, കേരളത്തിലെ മുഴുവൻ ആളുകളും പറഞ്ഞു ഇതാണോ ബഡ്ജറ്റ്, കേരളത്തിന് കിട്ടി ആമ മുട്ട എന്ന് പറഞ്ഞത് ഞങ്ങളില്ല, കേരളത്തിലെ പത്രമാധ്യമങ്ങൾ തന്നെ പറഞ്ഞു. ആമ കേന്ദ്രീകൃത വികസനം എന്ന മറ്റുമാണ് മനോരമ പത്രത്തിന്റെ ഹെഡിങ്, വലിയ ഹെഡിങ്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യവും കേരളത്തിലില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഇന്നിപ്പോ പാർലമെന്റിൽ വലിയ ബഹളമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദികളിൽ ചർച്ച ചെയ്യുന്നില്ല. എന്താണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? രാഷ്ട്രീയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ പത്തനാപുരം മണ്ഡലത്തിൽ എത്രയോ വലിയ കാര്യങ്ങൾ, മാറ്റങ്ങൾ നടക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് അവിടെ ചെയ്യുന്നത് മാത്രമല്ല, ഒരു മന്ത്രി എന്ന നിലയിൽ കേരളത്തിലെ എല്ലാ ജില്ലകളെയും ജനങ്ങളെയും ബാധിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതാണ് നമ്മുടെ ട്രാൻസ്പോർട്ട്, അതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി. KSRTC എന്ന് പറഞ്ഞത് എഴുത്തള്ളി ഇരുമ്പ് വിലക്ക് വിൽക്കാൻ തീരുമാനിച്ച് രക്ഷപ്പെടത്തേ ഇല്ല എന്ന് തീരുമാനിച്ച ഒരു പൊതുമേഖലാ സ്ഥാപനം. ആ പൊതുമേഖലാ സ്ഥാപനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടക്കുന്ന നിലപാട് കാരണം ഏറ്റവും നന്നായി നടക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ നടക്കുന്ന പ്രവർത്തനം പോലെ തന്നെ അതിനേക്കാളും പ്രധാനമാണ് കേരളത്തിലാകെ നടക്കുന്ന കാര്യം. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ചർച്ച ചെയ്തത് തന്നെ ബഡ്ജറ്റ് വെച്ചൊരു കാര്യമാണ്. അപകടം പറ്റി വഴിയിൽ വീഴുന്ന മനുഷ്യർ എത്ര പേരാണ് ഒരു വർഷം അപകടത്തിൽപ്പെടുന്നത്? 148,000 അപകടമാണ്. മരണം നിരവധിയാണ്. അപകടത്തിൽപ്പെട്ട് വീഴുന്ന ഒരാള്, ഏത് ആളായാലും പലപ്പോഴും ആളെടുക്കാൻ മടിക്കും. ആൾക്ക് എടുത്തോണ്ട് ആശുപത്രി പോയി കഴിഞ്ഞാൽ ആശുപത്രിക്കാർ ചികിത്സ ചെയ്യത്തില്ല. അപകടത്തിൽ പോകുമ്പോൾ ഇൻഷുറൻസും സർട്ടിഫിക്കറ്റും ചെക്കും പൈസയും കൊണ്ടല്ലല്ലോ വീഴുന്നത്. പൈസ ഇല്ല, നോക്കാൻ ആളില്ല.
എടുത്ത് ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞാൽ സർജറി ചെയ്യണമെങ്കിൽ നോക്കണമെങ്കിൽ പണം കിട്ടുമെന്ന് സംശയമുള്ളത് കൊണ്ട് പലപ്പോഴും ചെയ്യില്ല. ആശുപത്രിക്കാരൻ 1 ലക്ഷമോ 2 ലക്ഷമോ 3 ലക്ഷം രൂപ വരുന്ന വലിയ ചെലവുള്ളതാണ്. ഈ ബഡ്ജറ്റിൽ ഞങ്ങൾ ആലോചിച്ച ഒരു കാര്യം വന്നു. ഗോൾഡൻ അവേഴ്സ് എന്ന് പറഞ്ഞാൽ 48 മണിക്കൂറാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞേക്കുന്നത് 5 ദിവസത്തേക്ക് ചികിത്സ നൽകുന്നതിനുള്ള സംവിധാനം ഗവൺമെന്റ് ഉണ്ടാക്കും. ആശുപത്രികളുമായി ടൈപ്പുണ്ട്, ഏതാശുപത്രി കൊണ്ടുവന്നാലും ഇത് വാസ്തവത്തിൽ ഏതൊരാൾക്കാണ് ഇത്തരം ഒരു കാര്യത്തിനെ അനുമോദിക്കാതിരിക്കാൻ പറ്റുക? വഴി പൊഴിഞ്ഞു വീഴുന്ന ഏത് മനുഷ്യനായിക്കോട്ടെ, പണക്കാരനായിക്കോട്ടെ, പാവപ്പെട്ടവനായിക്കോട്ടെ, വഴിയിൽ അപകടം പറ്റി വീണാൽ എടുത്ത് ഏത് ആശുപത്രി കൊണ്ടുപോയാലും ആശുപത്രിയിൽ അത് നോക്കും, ചികിത്സിക്കും, കാര്യങ്ങൾ ചെയ്യും എന്ന നില വന്നാൽ അത് കേരളത്തിലെ ഏറ്റവും പുതിയ ജനക്ഷേമകരമായ പരിപാടിയിൽപ്പെട്ടതല്ലേ? എത്ര കാര്യങ്ങളാണ് ഈ ഗവൺമെന്റിന്റെ ബഡ്ജറ്റിന്റെ ഏറ്റവും അവസാനം വന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത്. എത്ര കാര്യങ്ങളാണ് നമ്മൾ നടത്തുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങളുടെ മറ്റു പ്രദേശത്തെ ജനങ്ങളെക്കാളും വ്യത്യസ്തമായി കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉണ്ടെന്ന് ഞാനെടുത്ത് പറയേണ്ടതില്ല. എല്ലാ മേഖലയിലും ആയുസിന്റെ കാര്യത്തിൽ കൂടുതലാണ്, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കൂടുതലാണ്. ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള രാജ്യത്തെ തന്നെ ഒരു സ്ഥലമാണ് കേരളം. അമ്മമാരുടെ മാതൃമരണ നിരക്ക് ഏറ്റവും കുറവാണ്. കേരളത്തിലെ ആളുകളുടെ ശരാശരി വരുമാനം, ആളോഹരി വരുമാനം ഇന്ത്യയിലെ പൊതു ശരാശരി വരുമാനത്തിന്റെ ഇരട്ടിയിലധികം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 1.5 ലക്ഷം രൂപ ഇന്ത്യയിൽ വരുമാനം ഉണ്ടെങ്കിൽ ശരാശരി, കേരളത്തിൽ അത് 3.5 ലക്ഷമായി. ഇത്രയും വരുമാനമുള്ള 4-5 സംസ്ഥാനങ്ങളുള്ളൂ. ഏത് കാര്യം എടുത്താലും, വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ കാര്യത്തിൽ, സ്കൂളുകളുടെ കാര്യത്തിൽ, കോളേജുകളുടെ കാര്യത്തിൽ, അതിന് ഗവൺമെന്റുകൾ ഓരോ ഘട്ടത്തിലും പല കാര്യങ്ങൾ ചെയ്തു. 57 മുതൽ കേരളം ഉണ്ടായ കാലം മുതൽ 56 മുതൽ എത്രയോ 1956 ഐക്യ കേരളം ഉണ്ടായത് മുതൽ ഇങ്ങോട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്തതിന്റെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം ഇപ്പോ, നേരത്തെ +2 വരെ വിദ്യാഭ്യാസം സൗജന്യമായിരുന്നു, ഇപ്പോ ഡിഗ്രി വിദ്യാഭ്യാസം കൂടി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഡിഗ്രി വിദ്യാഭ്യാസം പൂർണ്ണമായി സൗജന്യമാക്കാൻ തീരുമാനിച്ചത് ഈ സർക്കാരാണ്. അതുകൂടി ഇപ്പൊ തീരുമാനം വന്നതാണ്. അപ്പൊ എല്ലാ മേഖലയിലും നഴ്സറി പഠിക്കുന്ന കുട്ടി മുതൽ ഏതൊരു മനുഷ്യനും ആശുപത്രിയിൽ പോയി ചികിത്സ, ഈ പറഞ്ഞ അപകടമുണ്ടാവുന്ന ചികിത്സ മാത്രമല്ല, 42 ലക്ഷം കുടുംബങ്ങൾക്കാണ് കാരുണ്യ പദ്ധതി. 42 ലക്ഷം കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 കോടി ജനങ്ങൾ വരും. കാരണം 34 പേര് ശരാശരി ഒരാണ്. 5 ലക്ഷം രൂപ വരെ ചികിത്സ കിട്ടുന്ന, സൗജന്യ ചികിത്സ കിട്ടുന്ന പദ്ധതിയാണ് കാരുണ്യ. ചിലപ്പോൾ ചില പദ്ധതി വരും, ഇപ്പൊ അതും കാണുന്നില്ല. അവിടെ പോയിട്ട് ഹാർട്ട് ഓപ്പറേഷന് സ്റ്റെന്റ് കിട്ടാൻ താമസമുണ്ട്, ഒരാഴ്ച താമസിച്ചു. പണ്ട് പാരാസിറ്റമോൾ കിട്ടാനായിരുന്നു താമസം. ആശുപത്രി പോയാൽ മരുന്ന് കിട്ടാനില്ല. സ്റ്റെന്റ് കിട്ടുന്നത് ഒരു അവകാശമാണ്. ഹാർട്ട് ഓപ്പറേഷന് 2 ലക്ഷം രൂപ ചികിത്സയ്ക്കുള്ള സ്റ്റെന്റ് കിട്ടുന്നത് ഒരു അവകാശമാണ് എന്ന് ചിന്തിക്കാൻ കേരളീയന് അവകാശം സൃഷ്ടിച്ചു കൊടുത്തത് നമ്മളെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഇടതുപക്ഷമാണ്. അത് ചെറിയൊരു കാര്യമല്ല, അതിന് രാഷ്ട്രീയ വ്യത്യാസമില്ല. ഇങ്ങനെ ഓരോ മേഖല എടുത്താലും ഏറ്റവും ചെലവേറിയ ചികിത്സ ഉൾപ്പെടെ, വിദ്യാഭ്യാസം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും ചെയ്യുന്നൊരു ഗവൺമെന്റ്. അതെല്ലാം ഉണ്ടെങ്കിലും അതിനപ്പുറത്തുള്ളൊരു കാര്യം കൂടിയുണ്ട് കേരളത്തിൽ. കഴിഞ്ഞ 10 വർഷമായിട്ട് വർഗീയ ലഹളകൾ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലെ പല സംസ്ഥാനത്തും ഉണ്ടല്ലോ. ഇവിടെ ഏതൊരാൾക്കും ബിസിനസ് ചെയ്യാൻ മാത്രമല്ല, സ്വതന്ത്രമായി നടക്കാൻ, കുന്നിക്കോട് ഇറങ്ങിയാൽ, പത്തനാപുരത്ത് ഇറങ്ങിയാൽ, കൊട്ടാരക്കരയോ കൊല്ലത്തോ കേരളത്തിൽ എവിടെ ഇറങ്ങിയാൽ സ്വസ്ഥമായി നടക്കാൻ പറ്റുന്ന നാട്ടിൽ സമാധാനവും ക്രമസമാധാനമുള്ള ഒരു നാട് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. നല്ല ക്രമസമാധാനം, നല്ല വിദ്യാഭ്യാസം ചെയ്ത ആളുകൾ, ഏതൊരാൾക്കും സ്വസ്ഥമായി ജീവിക്കാവുന്ന കാലാവസ്ഥ, പരിസ്ഥിതി എല്ലാം ഉണ്ടല്ലോ. ഇതൊക്കെ സ്ഥിരമായി കിട്ടുമ്പോ പലതും നമ്മൾ മറന്നു. ഇത് ആളുകളുടെ അടുത്തേക്ക് എത്തിച്ച് പറഞ്ഞില്ലേ മറക്കും. ഇപ്പൊ സാമൂഹ്യക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി. കഴിഞ്ഞ നവംബർ മാസത്തിലാണ്, 1-ാം തീയതിയാണ് ഞങ്ങൾ ക്യാബിനറ്റ് തീരുമാനിച്ചു. അന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പല കാര്യങ്ങൾ ചെയ്ത് അതിനൊന്ന് 2000 രൂപയാക്കുക. 2000 രൂപ കിട്ടുമ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തില്ല. പക്ഷെ കോൺഗ്രസ്സുകാർ വീട്ടിൽ ചെന്ന് പറയും 2000 രൂപ മതിയോ, ഇച്ചിരൂടാകട്ടെ, പിന്നെ കിട്ടുമെങ്കിൽ കൂടുതൽ കിട്ടുന്നതല്ലേ. ഇതൊക്കെ പണ്ടേ തരട്ടതല്ലേ. ഏത് 18 മാസക്കാലം 600 രൂപ വെച്ച് കൊടുക്കാനുള്ള ആളുകളാണ്. പക്ഷെ 10 വർഷമാകുമ്പോൾ നമ്മൾ മറന്നു പോകും. ഇനിയായ കൊടുക്കുമോ? ഇന്ന് കണ്ടു UP എന്നൊരു വാർത്ത. അവിടെ 1 ലക്ഷത്തോളം ആളുകൾക്ക് ശമ്പളം കിട്ടുന്നില്ല. ശമ്പളം UP പോലുള്ള സ്റ്റേറ്റുകളിൽ പോയി. പല സംസ്ഥാനങ്ങളിലും ശമ്പളം കൃത്യമായി കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യമാണ്, അല്ല മറ്റൊരു സ്ഥലത്തല്ല. ശമ്പളം പോലും കൃത്യമായി കൊടുക്കാത്ത തരത്തിലേക്ക് ഇന്ത്യയിൽ പല സ്ഥലത്ത് പോവുക. ഇന്ത്യ ഗവൺമെന്റ് PSC വഴിയുള്ള അപ്പോയിന്റ്മെന്റ് കേന്ദ്ര ഗവൺമെന്റ് നിർത്തിയിട്ട് കാലം കുറയായി, വളരെ കുറച്ച് ആടെ എടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ 2000 രൂപ പെൻഷൻ ആക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ബഡ്ജറ്റിനകത്ത് ഞങ്ങൾ മാറ്റിവെച്ചത് 14,500 കോടി രൂപയാണ് ആ പെൻഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം. 2000 രൂപ 1-ാം പിണറായി സർക്കാരിന്റെ സമയത്ത് 5 വർഷം കൊണ്ട് കൊടുത്തത് 34,000 കോടി രൂപയാണ്. 1-ാം പിണറായി സർക്കാരിന്റെ സമയത്ത് 34,000 കോടിയാണ് കൊടുത്തതെങ്കിൽ ഇപ്പോ 2-ാം പിണറായി സർക്കാർ 5 വർഷം ആകുമ്പോൾ 54,000 കോടിയോളം കൊടുക്കും. എന്ന് പറഞ്ഞാൽ
ഈ 10 വർഷം കൊണ്ട് 90,000 കോടി രൂപയാണ് കൊടുക്കുന്നത്. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ സമയത്ത് ആകെ കൊടുത്തത് 10,000 കോടിയോ 11,000 കോടിയാണെന്നുള്ളത് മനസ്സിലാക്കണം. ഇത് അവിടെ മാത്രമല്ല, അദ്ദേഹം പറഞ്ഞതുപോലെ ക്യാൻസർ രോഗികളുടെ അതേപോലെ രോഗം വന്ന ആളുകളുടെ പെൻഷൻ അത് നേരത്തെ ഉണ്ടായിരുന്ന അത് വർദ്ധിപ്പിച്ചു. എല്ലാ മേഖലയിലും എത്രയോ നാളായിട്ടുള്ള ക്യാൻസർ രോഗികളുടെ ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ്, അതെല്ലാം വർദ്ധിപ്പിച്ചു. ആശാ അംഗൻവാടി എന്നൊക്കെ പറയുമ്പോൾ ആശാ അംഗൻവാടി അതേപോലെ പാചകത്തോടെ എല്ലാവരുടെയും 1000 രൂപ വെച്ച് വർദ്ധിപ്പിച്ചു. അംഗൻവാടി വർക്കേഴ്സിന് 500 രൂപ അങ്ങനെയാണ്. അപ്പൊ ആളുകൾ ചോദിച്ചത് അല്ലല്ലോ, നവംബറിൽ കൊടുത്തത് തന്നെ വീണ്ടും പറഞ്ഞാണോ? അല്ല, 2000 രൂപയാണ് ആശാവർക്കർമാർക്ക് വർദ്ധിപ്പിച്ചത്, അംഗൻവാടിക്ക് വർദ്ധിപ്പിച്ചത്, എല്ലാവർക്കും 2000 രൂപ വെച്ച് വർദ്ധിപ്പിച്ചത്. അല്ല, 2016 സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന 1400 ഇപ്പോഴും. നമ്മൾ വന്നതിന് ശേഷം വലിയ തോതിൽ 10 വർഷം കൊണ്ട് വലിയ തോതിൽ വർധന വന്നു. ഇതൊക്കെ ജനങ്ങൾക്ക് കൊടുത്താലേ ജീവിക്കാൻ പറ്റുന്നുള്ള കാഴ്ചപ്പാടാണ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രത്യേക സ്നേഹമല്ല, ചെയ്യേണ്ടതാണ് എന്ന് കരുതി തന്നെ 2000 രൂപ ഇപ്പം വർദ്ധിപ്പിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്ത് ഞങ്ങളുടെ ധനകാര്യമന്ത്രിമാരുടെ യോഗം അവർ പിടിച്ചിരുന്നു, യൂണിയൻ കേന്ദ്ര ധനകാര്യമന്ത്രി. ഞങ്ങൾ കൊടുത്ത മെമ്മോറാണ്ടത്തിൽ 12 വർഷമായിട്ട് ആശ അംഗൻവാടി പാചകത്തോടാണ് തുടങ്ങിയ സ്കീം വർക്കേഴ്സിന് പണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 1400 രൂപയുള്ളൂ. 12 വർഷമായി, ഈ വർഷം വർദ്ധിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടത് 12 വർഷമായി, എപ്പോഴും കൂട്ടണം, വർദ്ധിപ്പിച്ചിട്ടില്ല. അപ്പൊ ഇതുപോലുള്ള സാധാരണക്കാരുടെ എല്ലാം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വലിയ സംശയം ഉണ്ടായിരുന്നു, പെൻഷൻ ശമ്പളം വർദ്ധിപ്പിക്കുമെന്ന്. വർദ്ധിപ്പിക്കാൻ ശമ്പള കമ്മീഷനെ വെക്കാനായിട്ട് തീരുമാനിച്ചു. ശമ്പളത്തിന് ഇപ്പൊ കൊടുക്കാനുണ്ടായിരുന്ന കുറെ കുടിശ്ശികയുണ്ട്. കുടിശ്ശിക 1ാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ വർഷം ശമ്പള വർധന വന്നായിരുന്നു. അന്ന് ശമ്പള വർധന വന്നപ്പോൾ ഏപ്രിൽ 1-ാം തീയതിയാണ് ശമ്പളം കൊടുത്തു തുടങ്ങിയത്. ഏപ്രിൽ 6-ാം തീയതിയാണ് നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. മെയ് 20-ാം തീയതി പുതിയ ഗവൺമെന്റ് വന്നു. എന്ന് പറഞ്ഞാൽ കൊടുത്തു തുടങ്ങിയത് ഈ സർക്കാരാണ്. ഒറ്റയടിക്ക് 30,000 കോടിയാണ് വാർഷികമായിട്ട് 30,000 കോടി. പിന്നെ പഴയ കുടിശ്ശിക 30,000 കോടി. ഇത് ഇത്രയും കൊടുത്ത് തീർക്കാൻ അതെല്ലാം കൊടുത്തെന്ന് മാത്രമല്ല, അന്ന് അത് പ്രഖ്യാപിക്കുമ്പോൾ UDF പറഞ്ഞു, ശ്രീ രമേശ് ചെന്നിത്തലയാണ് പ്രതിപക്ഷ നേതാവ്, ഇത് ഞങ്ങളുടെ ഗവൺമെന്റിനെ തകർക്കാൻ വേണ്ടിയാണ്, ഞങ്ങൾ വന്നാൽ ഖജനാവ് കുടിയാൻ വേണ്ടിയിട്ടല്ലേ. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ വരുവാണെങ്കിൽ 15% കുറയ്ക്കും. അവരുടെ സംഘടനകളിൽ നോട്ടീസ് അടിച്ചിറങ്ങി. അപ്പൊ നമ്മുടെ ജനങ്ങൾ പറഞ്ഞു, അല്ല ഇത് കൊടുക്കാൻ പറ്റുന്നവർ തന്നെ വന്നോട്ടെ, അവർ കൊടുക്കുമല്ലോ. കൊടുത്തു. ഈ ഗവൺമെന്റ് ആ പണം മുഴുവൻ കൃത്യമായി കൊടുത്തു, ഒരു കുടിശ്ശിക വന്നില്ല. ഇപ്പൊ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞു എല്ലാ കുടിശ്ശിക കൊടുക്കും, DA കൊടുക്കും. ഇതൊക്കെ കണക്ക് നോക്കി ഇത്ര രൂപ കൊടുക്കാമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. അതൊരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്താവനയല്ല, വകുപ്പുകൾ നോക്കി പരിശോധിച്ച് അതനുസരിച്ചാണ്. അപ്പൊ 1,00,000 കോടിയോളം രൂപ വേണ്ടി വരും ഈ ഒരു വർഷം സർക്കാർ ശമ്പളം പെൻഷൻ. അത് കൃത്യമായി കൊടുക്കാനും കുറച്ചു കാലത്തെ DA കുടിശ്ശിക ആകെ സർക്കാരിന് കൊടുക്കാനുള്ളൂ, അതും കൊടുക്കാൻ തീരുമാനിച്ചു. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ 1000 രൂപ വെച്ച് 35 വയസ്സിന് 60 വയസ്സിനിടയ്ക്കുള്ള സ്ത്രീകൾക്ക് മഞ്ഞക്കാർഡ്, പിങ്ക് കാർഡ്, അവർക്ക് 1000 രൂപ വെച്ച് കൊടുക്കാൻ. ഇപ്പൊ 14 ലക്ഷം പേര് അപേക്ഷ കഴിഞ്ഞു. അപേക്ഷ നടന്നുകൊണ്ടിരിക്കുക. കണക്ട് വർക്ക് എന്ന് പറയുന്ന ചെറുപ്പക്കാർക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ ITA, പോളിടെക്നിക്ക്, ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് 1000 രൂപ വെച്ച് കൊടുക്കണം. അത് 400 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട് വർഷം, ഒരാൾക്ക് 1000 രൂപ വെച്ച്. ഈ പണമെല്ലാം ഇഷ്ടംപോലെ ഉണ്ടായിട്ടല്ല, കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നതിന് നേരെ വിരുദ്ധമാണ് ഇടതുപക്ഷത്തിന്റെ സമീപനം. കൂടുതൽ വർത്തമാനം പറയുക, കാര്യം ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല. നിങ്ങൾക്കറിയാമോ, ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് ചെയ്ത ഏറ്റവും വലിയ പാതകം എന്താണെന്ന് അറിയോ? കഴിഞ്ഞ ബഡ്ജറ്റിൽ പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ തമാശ ആമയുടെ കാര്യമൊക്കെ പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞ സാധനം ഇല്ലാതാക്കി. തൊഴിലുറപ്പ് പദ്ധതിക്ക് അവരിപ്പോ നിയമം മാറ്റി. നേരത്തെ 100 രൂപ തൊഴിലുറപ്പ് കൂലി കൊടുത്താൽ നിങ്ങൾക്ക് തരുന്ന കൂലി, തൊഴിലുറപ്പ് തൊഴിലാളിക്ക് തരുന്ന കൂലി മുഴുവനും കേന്ദ്രം തരുമായിരുന്നു. കാരണം അങ്ങനെയാണ് പദ്ധതി. കാരണം ഗ്രാമീണ പ്രദേശങ്ങളിൽ വലിയ തോതിൽ കർഷകരും കൃഷകർക്കുള്ള ആത്മഹത്യ ചെയ്യുന്നു. 3 ലക്ഷം പേരാണ് കുറച്ചു കാലം മുമ്പ് ആത്മഹത്യ. അപ്പൊ നാട്ടിൻപുറത്ത് വരുമാനമില്ലാത്തതുകൊണ്ട് ആത്മഹത്യ. അതുകൊണ്ടാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. ഇപ്പൊ അവരൊന്ന് മാറ്റിയിട്ട് പറഞ്ഞു 60% കേന്ദ്രം കൊടുക്കും, 40% സംസ്ഥാനം കൊടുക്കും, 125 ദിവസം വരെ പണിയിക്കാം. ഇന്നത്തെ കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് കണക്ക് നോക്കിയപ്പോ നിലവിൽ കഴിഞ്ഞ വർഷം ഈ വർഷം വരെ ഒരു വർഷം 88,000 കോടി രൂപയായിരുന്നു ബഡ്ജറ്റിൽ. അടുത്ത വർഷത്തേക്ക് ബഡ്ജറ്റ് വെച്ചേക്കുന്ന എത്ര അറിയോ? 30,000 കോടിയേ ഉള്ളൂ. 58,000 കോടി രൂപ തൊഴിലുറപ്പ് പദ്ധതി മാത്രം കുറച്ചു. 58,000 കോടി എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടാവില്ല. ആ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഇങ്ങനൊരു അപകടം വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് മുഴുവനും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ആലോചിച്ചിട്ട് അല്പം പണം കൂട്ടണമെന്ന് ചോദിച്ചു. 1000 കോടി രൂപ, ഇത് ആദ്യമായിട്ടാണ് 1000 കോടി രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് നമ്മുടെ ബഡ്ജറ്റ് വെച്ചേക്കുന്നത്. ഓരോ വീടുകളിലും തൊഴിലുറപ്പ് തൊഴിലാളികളോടൊത്ത് എത്തുന്നത് 1000 കോടി രൂപ എന്ന് പറഞ്ഞാൽ
4-5 ഡിപ്പാർട്ട്മെന്റിന്റെ ആകെ തുകയാണ്. 4-5 ഡിപ്പാർട്ട്മെന്റിന് ആകെ കൊടുക്കുന്ന തുകയാണ്. ഇതാണ് കേരളത്തിലെ ബഡ്ജറ്റും അവരുടെ വ്യത്യാസം. ഒരു കാര്യം വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ചിട്ട് ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുന്നതാണ് ഭയക്കുന്നത്. ഞാനൊരു ധനകാര്യ കാര്യങ്ങൾ നോക്കി പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളെന്നല്ലേ പറയാം. കഴിഞ്ഞ വർഷം അവരുടെ ആകെ വരുമാനം 38 ലക്ഷം കോടി രൂപയാണ്. ഇന്ത്യക്ക് ആകെയാണ്. ഈ വർഷം അത് 1 ലക്ഷം കോടി രൂപ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ 3% പോലും വർധനയില്ല. 3% വർധന കണക്കി പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒന്നും വരില്ല. കാരണം ഇന്ത്യ ഗവൺമെന്റ് വരുമാനം സംസ്ഥാന ഗവൺമെന്റുകളുടെ വരുമാനം വലിയ തോതിൽ കുറച്ചു. എന്തുകൊണ്ടാണ്? അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു ഇന്ത്യ എന്ന് പറയുന്നത് റഷ്യ എന്ന് പറയുന്നത് വളരെ മോശം രാജ്യങ്ങളാണ്. ദേ ഹാവ് എ വെരി ബാഡ് ടാക്സ് സിസ്റ്റം എന്ന് പറഞ്ഞു. വളരെ മോശമായ ടാക്സാണ്. നിങ്ങളുടെ ദർ ഇന്റേണൽ ടാക്സസ് ആർ വെരി ഹൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ താരിഫുകൾ വളരെ അധികമാണ്. അതിന്റെ ഭാഗമായിട്ട് ആ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് GST നിരക്കുകൾ വലിയ തോതിൽ വെട്ടിക്കുറച്ചു. ഒട്ടും ന്യായമില്ലാതെ 8 സംസ്ഥാനങ്ങൾ, കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളും കേരളവും തമിഴ്നാടും പഞ്ചാബും ജാർഖണ്ഡ് അടക്കമുള്ള രാജ്യങ്ങൾ, ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾ പ്രത്യേക ഒരു യോഗം ചേർന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത്, ശാസ്ത്രീയമായി ചെയ്യണം, സംസ്ഥാനങ്ങളുടെ വരുമാനം പോലെ. ഫലത്തിലെന്താ? കഴിഞ്ഞതിന് മുമ്പത്തെ മാസം കേന്ദ്ര ഗവൺമെന്റിന്റെ ടാക്സ് GST ആകെ ഇന്ത്യയിൽ ആകെയുള്ള GST 1,70,70,000 കോടി കിട്ടിയുള്ളൂ. അതിന് തൊട്ടു മുമ്പത്തെ മാസം ഈ മാറ്റം വരുന്നതിന് മുമ്പ് 2,30,000 കോടി കിട്ടിയിരുന്നു. 2,30,000 കോടി കിട്ടിയത് ഒറ്റയടിക്ക് 60,000 കോടി കുറഞ്ഞു ഇന്ത്യയിലാകെ. എന്ന് പറഞ്ഞാൽ ഇത് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും കുറയും. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്ത വർഷത്തേക്കുള്ള കണക്കിൽ വരുമാന വർധനയില്ല എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ബാധിക്കും. ഇതിനേക്കാളും ഇനിയും കൂടുതൽ ദുരിതം വരും. ഇപ്പൊ എന്തായാലും ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് ഇന്ത്യയുടെ ടാക്സ് കുറയ്ക്കാം, 18% ആക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയുടെ നികുതി കുറയ്ക്കാൻ തീരുമാനിച്ചു. അപ്പൊ അതിന്റെ പ്രതിഫലമായിട്ട് ഒരു സാധനം കൊടുത്തു. ഇന്ത്യയിലേക്ക് യഥേഷ്ട യൂറോപ്യൻ യൂണിയനിൽ സാധനം വരാൻ അനുവദിച്ചു. ഇങ്ങനെ വന്നാൽ കുഴപ്പമെന്നൊക്കെ നമുക്ക് തോന്നാം. പശുവിന്റെ പാലും നമ്മുടെ നാട്ടിൽ വരികയാണെങ്കിൽ ആസ്ട്രേലിയയിൽ നിന്ന് പാൽ ഇറക്കുമതി ചെയ്യാൻ അനുമതി കൊടുത്താൽ 1 ലിറ്റർ പാലിന് 30 രൂപയ്ക്ക് താഴെ ഇവിടെ കൊണ്ട് വിൽക്കും. നമ്മുടെ നാട്ടിൽ 10 ലക്ഷത്തിലധികം ആളുകൾ പശുവിനെ വളർത്തി ജീവിക്കുന്നുണ്ട്. 10 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ജീവിക്കുന്ന പശു വളർത്തിയിട്ടാണ്, ക്ഷീരകർഷകരാണ്. ആ പശു വളർത്തുന്ന ആളുകളുടെ പശു കൃഷി മൊത്തം പോകും. മിൽമ വിൽക്കുന്ന 52 രൂപയ്ക്കാണ്. വീടിന്റെ അടുത്ത് നിങ്ങളുടെ സൊസൈറ്റിയിൽ നിന്ന് വിൽക്കുന്നത് 58-60 രൂപയ്ക്കാണ്. അവിടെയാണ് 30 രൂപ താഴെ 26-28 രൂപയ്ക്ക് ആസ്ട്രേലിയയിൽ നിന്നോ അല്ലെങ്കിൽ സ്വീഡനിൽ നിന്നുള്ള പാൽ ഇവിടെ വന്നിറങ്ങിയാൽ ഇവിടുത്തെ കൃഷി പോയി, ആളുടെ ജീവിതം പോയി. തൊഴിലുറപ്പ് പദ്ധതി ദുരിതം മാറ്റാൻ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടാക്കിയ പോലെ ഈ ആളുകളെ എങ്ങനെ ജീവിപ്പിക്കും? പിന്നെ അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരികയാണ്. പക്ഷെ ഇതിനൊപ്പം BJPയുടെ രാഷ്ട്രീയം വലിയ തോതിൽ പറഞ്ഞാൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ അസംബ്ലിയിൽ ഉപയോഗിക്കാമല്ലോ. പ്രതിപക്ഷ നേതാവിനും മറ്റു നേതാക്കന്മാർക്കും അവര് അസംബ്ലിയിൽ സഹകരിക്കുന്നില്ല. ഇതിനെപ്പറ്റി ഒരു അഭിപ്രായമില്ല, ചർച്ചയില്ല. ഇത് നാട്ടിലിറങ്ങി ഇല്ലാത്ത കാര്യങ്ങൾ പറയാം. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹം സംസാരിക്കും കൂടുതൽ കാര്യങ്ങൾ. ഇവിടെ ശബരിമലയുടെ കാര്യം, സ്വർണത്തിന്റെ, ഇത് ആർക്കായി സ്വർണത്തിന്റെ കാര്യത്തിനകത്ത് സംശയം? ആരെങ്കിലും കുഴപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കട്ടെ, അതിനെന്താ കുഴപ്പം? അന്വേഷിച്ച് വന്നപ്പോ പഴയ ദേവസ്വം ബോർഡ് മെമ്പർമാര്, അജയ് തറയില്, മറ്റുള്ളവര് അതിനകത്ത് വലിയ സാങ്കേതിക വാഹനം ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുടെ കേസ് വരുവാണല്ലോ. അങ്ങനെ കേസിന്റെ അന്വേഷണം വരുമ്പോ കേസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിയമസഭ പറഞ്ഞു. സംസാരിക്കാൻ എണീക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി സംസാരിക്കാൻ എണീക്കുമ്പോൾ അതിനു മുമ്പ് പിന്നെ ദേവസ്വം മന്ത്രിയൊക്കെ വെച്ച് ഇവിടെ സ്വർണ്ണക്കള്ളന്മാരാണെന്ന് വലിയ ബഹളമാണ്. സ്വർണ്ണക്കള്ളന്മാർ ആരാണെന്ന് പറഞ്ഞാൽ അവസാനം പറയേണ്ടത്, സ്വർണ്ണക്കള്ളന്മാരെന്ന് പറഞ്ഞാൽ സ്വർണം മേടിക്കുന്നതിനും കൊടുക്കുന്നതിനും ആൾ വേണമല്ലോ. ബെല്ലാരിയിലെ ഒരു സ്വർണ്ണ വ്യാപാരിയും സ്വർണം കൊണ്ടുപോയ ആള് ഇവിടെ പറഞ്ഞ പോറ്റിയും ഇങ്ങനെയുള്ള 2 ആളുകളും കൂടെ ഒരുമിച്ച് ഒരിടത്ത് നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. എന്നിട്ട് ലേലസ് കെട്ടിക്കൊടുക്കുന്ന ചിത്രമുണ്ട്. ആർക്കാവുന്നതാ? രഹസ്യമല്ല, ചർച്ച ചെയ്തതാണ്. അതിനടുത്ത് നിൽക്കുന്നവരാ 2 എംപിമാരാ. ഇതിന്റെ ആരും പറഞ്ഞതോടുകൂടി പിന്നെ നിയമസഭയിൽ ഈ കാര്യം കൂടാൻ സമ്മതിക്കത്തില്ല. ഞങ്ങളിപ്പോ ഈ ലോകത്തുള്ള എല്ലാത്തിനും ചുമ്മാതെ ആരോപണം എന്ന് പറയുന്നവരല്ല. പക്ഷേ ഏത് കാര്യത്തിനാണ് ഇടതുപക്ഷം ഇത്തരം കാര്യങ്ങൾ പുറത്തു മാറിയിട്ടില്ല. ഏത് കള്ളന്മാരായാലും കള്ളന്മാരെ പിടിക്കട്ടെ, ഒരു സംശയമില്ല. പക്ഷെ ചർച്ച ചെയ്യാൻ ഞങ്ങളുടെ ആരെങ്കിലും ആളുകൾ ഈ ബോർഡിലൊക്കെ ഉണ്ടായിരുന്നതിനെ പറ്റി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇത് അഴിമതിയാണ്. കോടതിയെ അന്വേഷിക്കുന്നല്ലാതെ പോലീസിനെ നേരിട്ട് ആഭ്യന്തര വകുപ്പല്ല, SIT എന്ന് പറഞ്ഞാൽ നേരെ ഹൈക്കോടതി നിർദ്ദേശിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടത്തുന്നത്. അപ്പൊ ഇവിടെ ആ നിയമസഭ പറഞ്ഞ പോലെ ഇപ്പൊ ഇതിനകത്ത് ഞങ്ങളെയും ശ്രീ ഗണേഷ് കുമാർ മിനിസ്റ്ററെയും എന്നെയും നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ കാണണമെങ്കിൽ ഒരിടത്ത് വന്നു കഴിഞ്ഞാൽ കാണാനൊക്കെ പറ്റും. പക്ഷേ
ഡൽഹിയിലെ ശ്രീമതി സോണിയാഗാന്ധിയെ കാണാൻ പോകണമെങ്കിൽ അങ്ങനെ പോകാൻ പറ്റുമോ? ശ്രീ കെ കരുണാകരൻ പണ്ട് കോൺഗ്രസ് വിടാനുള്ള ഒരു കാര്യം, പലതവണ കാണാൻ പോയിട്ടും ഇന്ത്യയിലെ കോൺഗ്രസിന്റെ തലതൊട്ടപ്പനായ ഏറ്റവും സീനിയറായ കെ കരുണാകരനെ കാണാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പ്രതിഷേധിച്ച സോണിയാഗാന്ധിയെ കാണാൻ സമ്മതം കൊടുത്തില്ല. മുപ്പനാരെയും കണ്ടില്ല. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തലമുതിർ നേതാക്കന്മാരാണ്. ഇപ്പൊ വന്നപ്പോ ശശി തരൂരിന്റെ കൈയും കൊടുത്തില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസിനെ കാണാൻ പറ്റില്ല. അപ്പൊ അവിടെ കയറണമെങ്കിൽ പ്രത്യേക അനുവാദം വേണം. ആ അനുവാദമുള്ള സ്ഥലത്ത് ബെല്ലാരിയിലെ പഴയ MP ആയിരുന്നു സോണിയാഗാന്ധി. അവിടെ പഴയ ഒരു വ്യാപാരിയും ഈ സ്വർണത്തിന്റെ ഈ പോറ്റിയും എല്ലാം കൂടെ അവിടെ ചെന്ന് അടുത്ത് നിന്ന് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ കയറുന്നു? ആരെ അടച്ചാക്ഷേപിക്കാനല്ല, പക്ഷെ ഇതൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അതില്ലേ? അയ്യപ്പനെ ഈ നാട്ടിലെല്ലാവർക്കും ശബരിമലയും അയ്യപ്പനും എല്ലാം വിശ്വാസമുള്ള ആളുകൾ എല്ലാവരും ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന അവിടുത്തെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതാണ്. അപ്പൊ ഞങ്ങൾ ബഡ്ജറ്റിൽ പറഞ്ഞല്ലോ, ക്ലീൻ പമ്പ പദ്ധതി. ശബരിമലയും നമ്മുടെ കോഴഞ്ചേരിയിലെ അവിടെ മാരാമൺ കൺവെൻഷനും അതേപോലെ മറ്റ് പല പരിപാടികളും നടക്കുന്ന അതിന് ക്ലീൻ പമ്പ പദ്ധതിക്ക് വേണ്ടി പണം മാറ്റി വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ശബരിമല റോഡിന് 350-400 കോടി ഒരു വർഷം നമ്മൾ മാറ്റിവെക്കുന്നത് ഓരോ പ്രദേശത്തെയും ശബരിമലയെ കണക്ട് ചെയ്യുന്ന റോഡുകൾക്ക്. ഏറ്റവും സുരക്ഷിതമായി കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് അടുത്ത വർഷം. പക്ഷേ അതിന്റെ പേരിൽ ഒരു പുകമറ ഉണ്ടാക്കാൻ ശ്രമിക്കുക. പിന്നെ മറ്റൊരു ആരോപണം, BJP ആയിട്ട് ചേർന്ന് സഹകരിക്കുകയാണ് കേരളത്തിലെ അടുത്ത വർഷം. സുപ്രീം കോടതിയിൽ പോയി കേരള ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റിന്റെ സംസ്ഥാനത്തോടുള്ള ഞങ്ങൾക്ക് തരാനുള്ള നികുതി തരാത്തതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി കേസ് നടത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ സുപ്രീം കോടതി കേസ് എടുക്കുക, ഭരണഘടനാ ബെഞ്ചിന് മുന്നേ കേസ് എടുക്കുക. ആ കേസ് കൊടുത്തതിന് ശേഷം മനഃപൂർവ്വം നമ്മൾ പണം തരാതെ ചവിട്ടി വെക്കും ഓരോ പ്രാവശ്യം. ഇപ്പൊ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ നിങ്ങൾ കേസ് പിൻവലിക്കണമെന്നാണ്. ഇപ്പോഴും 6000 കോടി രൂപ കഴിഞ്ഞ് ജനുവരി മാസത്തിൽ മുതൽ 3 മാസത്തെ കട്ട് ചെയ്തു. ഉദ്യോഗസ്ഥന്മാര് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ പറയാൻ നിങ്ങൾ കേസ് കൊടുത്തിട്ടില്ലേ? പ്രശ്നം ഇന്ത്യ ഗവൺമെന്റ് കാണിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് BJP നേതൃത്വത്തിൽ സംസ്ഥാനങ്ങളോട് പക്ഷപാതപരമായി പെരുമാറുന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു സംസ്ഥാന ഗവൺമെന്റ്. ഭരണഘടനാ ബെഞ്ചിന് മുമ്പ് 13000 കോടി നമുക്ക് അനുവദിച്ചു. അതിനുശേഷം സുപ്രീം കോടതി പറഞ്ഞു ഇതിനകത്തൊരു അടിസ്ഥാനമുണ്ട്, അതുകൊണ്ട് ഇത് ഭരണഘടനാ ബെഞ്ച് കേൾക്കട്ടെ. ഇന്ത്യയിൽ അങ്ങനെ കേസ് കൊടുത്ത ഒരു സംസ്ഥാന ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ്. ആ സംസ്ഥാന ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് അത് ചെയ്തത് എന്നുള്ളത് തന്റെ ഇടവാൻ നിലപാടെടുക്കുന്നുണ്ട്. സംസ്ഥാന നിയമസഭ ഗവർണർ വന്ന് പ്രസംഗിച്ചല്ലോ. ഞങ്ങളുടെ ആ നിയമസഭാ പ്രസംഗത്തിൽ ക്യാബിനറ്റ് അംഗീകരിച്ചതിനകത്ത് ഫിസ്ക്കൽ ഫെഡറലിസം, സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക പരമാധികാരത്തെ സ്വാതന്ത്ര്യത്തെ തടയുന്ന സമീപനം കേന്ദ്രം എടുക്കുന്നു പറഞ്ഞു. ഗവർണർ അത് വായിച്ചില്ല, 3 ഭാഗം വായിച്ചില്ല. ക്യാബിനറ്റ് ചർച്ച ചെയ്ത് അംഗീകരിച്ച രേഖയാണ്. ഗവർണർ അംഗീകരിക്കാതിരുന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞ ഉടനെ പറഞ്ഞു, ഞങ്ങൾ ഈ 3 ഭാഗങ്ങൾ ഞങ്ങൾ ക്യാബിനറ്റ് ചർച്ച ചെയ്ത് അംഗീകരിച്ചതാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ കേന്ദ്രം തടസ്സപ്പെടുത്തുന്നു എന്നുള്ള ഫിസ്ക്കൽ ഫെഡറലിസം എന്നുള്ള വാക്ക് ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിച്ചു. അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ഗവർണർക്ക്. അത് സംബന്ധിച്ച് അദ്ദേഹത്തിന് വിഷമം കാണും. പക്ഷെ നമ്മൾ പറഞ്ഞ തീരുമാനം ഇതാണ്. അപ്പോൾ PM-ശ്രീയുടെ മറ്റു കാര്യങ്ങളിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട പണത്തിൽ എല്ലാ പണത്തിനും വെട്ടിക്കുറച്ചോണ്ടിരിക്കല്ലേ അവര്. ഏത് കാര്യത്തിനാ? ഇന്ത്യയിൽ ഈ BJP-യുടെ നിലപാടിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്ന ആരായി? വർഗീയതയ്ക്കെതിരെ. അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ഇടതുപക്ഷത്തിനുള്ള സമീപനമുണ്ട്. ഇത് അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ വർഗീയ ലഹളകളില്ലാതെ പോകുന്നത്. മതമല്ല പ്രശ്നം, എരിയുന്നവർക്ക് തീയാണ് പ്രശ്നം എന്ന് ഏത് കാലത്ത് എത്രയോ വർഷം മുമ്പേ ഈ നാട്ടിലെ പുരോഗമനവാദികളായി എല്ലാവരും പറയുന്ന മതം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ മനുഷ്യന്റെ ജീവിത പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ പോലും ഒടിച്ച് ഇത് മൊത്തം തമസ്കരിച്ച് ആളുകളെ മോശമാക്കി, രാഷ്ട്രീയത്തെ മോശമാക്കി, ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് ഈ കേരളത്തെ തമോഗർത്തത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി ശ്രമിക്കുക. 10 വർഷം മുമ്പുണ്ടായിരുന്ന എന്തായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് എന്നും 10 വർഷം മുമ്പ് എന്താണ് അവർ ചെയ്തതെന്നും VD സതീശൻ തന്നെ അന്നത്തെ യുവജന നേതാക്കന്മാരുടെ ഒരാൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഈ മുഖ്യമന്ത്രിയുടെ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട് മുഖ്യമന്ത്രിക്ക് സോളാർ കേസും ഒക്കെ ബന്ധപ്പെടും. ആ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. പരസ്പരം അങ്ങനെയായിരുന്നല്ലോ പെരുമാറിക്കൊണ്ടിരുന്നത്. പക്ഷെ അതൊക്കെ അവർ മറന്നുപോയി. ഓരോ സമയത്തും ഓരോ കഥകൾ ഉണ്ടാക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്തൊക്കെയായിരുന്നു? ഈന്തപ്പഴത്തിനകത്തെ കുരു മൊത്തം സ്വർണ്ണമാണെന്ന് നമ്മൾ പറഞ്ഞവർ വിശ്വസിച്ചു പോയില്ലേ? ഖുറാൻ കൊണ്ടുപോയതിനകത്ത് സ്വർണ്ണ കട്ടി വെച്ചു എന്ന് വിശ്വസിപ്പിച്ചില്ലേ? മുഖ്യമന്ത്രിയുടെ വീട്ടിൽ എന്തോ ഒരു വാർപ്പ് കൊണ്ടുപോയത്, ബിരിയാണി ചെമ്പ്, അത് സ്വർണ്ണം കൊണ്ടാണെന്ന് വിശ്വസിച്ചില്ലേ? ഇപ്പൊ എവിടാ ബിരിയാണി ചെമ്പ്? എവിടാ ഈന്തപ്പഴത്തിന്റെ കുരു?
എവിടെ ഖുർആൻ ആഘോഷ സ്വർണം? എന്ത് കള്ളവും പറയുന്ന, തെരഞ്ഞെടുപ്പിന് അധികാരത്തിൽ വരാൻ വേണ്ടി എന്തും പറയുന്ന, ഈ പറഞ്ഞ നേട്ടങ്ങളൊന്നും ചർച്ച ചെയ്യാത്ത സ്ഥിതിയിലൊക്കെ കാര്യങ്ങൾ വരുന്നതാണ്. ഞാൻ പറഞ്ഞത്, ഞാനന്ന് നമ്മളെല്ലാം പ്രവർത്തകരല്ലേ, ആ തെരഞ്ഞെടുപ്പിലാണല്ലോ ഞങ്ങളൊക്കെ മത്സരിക്കുന്നത്. എന്തൊരു കള്ളപ്രചരണമായിരുന്നു കേരളത്തിൽ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്ത് കള്ളപ്രചരണം നടത്തുക, എന്ത് കാര്യം ചെയ്യുക, എന്തും പറയുന്ന ഒരു തരത്തിലേക്കുള്ള രാഷ്ട്രീയം, നാടിന്റെ താല്പര്യമല്ല നോക്കുന്നത്, അത് ജനങ്ങളുടെ അടുത്ത് എത്തിക്കണം. കേരളം ഇങ്ങനെയുള്ള നല്ല കേരളമായി നിൽക്കുന്നത് ഇപ്പൊ 10 വർഷമായിട്ട് നമ്മുടെ പിള്ളേർക്കൊന്നും അറിയാമോ? ഈ കറണ്ട് കെട്ടാന്നറിയാം, പവർ കെട്ടെന്താണെന്നറിയാമോ? നമുക്കറിയാമല്ലോ പണ്ട് എന്തായിരുന്നു കറണ്ടിന്റെ സ്ഥിതി. ഇതൊക്കെ ഇപ്പൊ അറിയില്ല. റോഡുകള് ചെറിയൊരു കുഴി കണ്ട പ്രശ്നമാണ്. ഇപ്പം ചെറിയൊരു കട്ടറുള്ള റോഡിന്റെ പ്രശ്നമാണ്. പണ്ടെന്താ സ്ഥിതി? നമ്മുടെ റോഡുകളുടെ സ്ഥിതി ഒന്ന് ആലോചിച്ചാൽ അത്രയും മാറ്റം ഓരോ സ്ഥലത്തും. സ്കൂളുകള്, സൗകര്യങ്ങള് എല്ലാം വന്നത്. പക്ഷെ ഇന്നിപ്പോ അത് നമുക്ക് അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്ര വലിയ മാറ്റം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ആ മാറ്റം ഉണ്ടായത് ജനങ്ങൾ ഒരുമിച്ച് നിന്ന്, നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളും സംസ്ഥാന ഗവൺമെന്റും എല്ലാം ചേർന്ന് നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അത് ശക്തിപ്പെടുത്തി കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും സജീവമായി നമ്മൾ നടത്തണം. അത് ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കണം. അതിന് ഓരോരുത്തരും ആ പ്രവർത്തനം ഏറ്റെടുത്ത് പറ്റും. കാരണം ഇതിനെ ശക്തിപ്പെടുത്തേണ്ടതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യാതൊരു ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടോ.